ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു താരമാണ്. ഫാഷൻ ഡിസൈനിങ് രംഗത്തും അതുപോലെ തന്നെ ടെലിവിഷൻ അവതരണ രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു താരമാണ് ആരതി പൊടി. ഇവർ തമ്മിൽ ചേർന്ന ഒരു ജോഡി എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരജോഡി തന്നെയാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കൊല്ലം ഏകദേശം ഫെബ്രുവരി മാസത്തിലായിരുന്നു നടന്നത്. എന്നാൽ ഈ കൊല്ലം 2025 ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ അങ്ങോട്ട് വിടാം. അതിനു മുമ്പ് ആരതിയുടെ അടുത്ത് നിന്ന് രണ്ട് വാക്ക് കേൾക്കണം എന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ റോബിനും ആരതി ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് കല്യാണം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് ഒരുപാട് വന്നത്. നേരിട്ട് ചോദിച്ചോളൂ, ആരതി അതിനുള്ള ഉത്തരം കൊടുക്കാം. എന്നായിരിക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടി ഗെറ്റിംഗ് മാരീഡ്? ഉടനെ തന്നെയുണ്ട്. ഓക്കെ, എന്നാലും ഡേറ്റ് അനൗൺസ് ചെയ്തോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ഫെബ്രുവരി 16 ആണ് മാരേജ്. ഫെബ്രുവരി 16 അങ്ങനെ എത്രയോ വർഷമായിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫെബ്രുവരി 16 സോ അപ്പം മാരേജും ഫെബ്രുവരി 16 വാലന്റൈൻസ് ഡേ കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന റോബിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ആരതി? എല്ലാം ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ ഇഷ്ടം തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത ആള് ചേഞ്ച് ചെയ്യാൻ റെഡിയാണ്. പിന്നെ അതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പണ്ടത്തെക്കാളും ഇഷ്ടം ഇപ്പോഴാണ്. പണ്ടത്തെക്കാളും ഇഷ്ടം ഇപ്പോഴാണ്. അതെന്താണ് ഏട്ടാ? എന്താണ് ആരതിക്ക് വേണ്ടി റോബിൻ മാറ്റിയ ഒരു കാര്യം എന്തായിരിക്കും? എന്താ പറയാ, ഞാൻ മുന്നേ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഓർപ്പിക്കല്ലേ? അലറിയൊക്കെ വിളിക്കുമായിരുന്നു ഭയങ്കരമായിട്ട്. ഇപ്പൊ ഇച്ചിരി കുറച്ചു. കാരണം ഈ അഗ്രസീവ്നെസിന്റെ പേരിൽ ഏറ്റവും വലിയ ട്രോളിന് ഇരയായ ആള് ഞാനായിരുന്നു. ഓക്കെ, ദൈവം സഹായിച്ച് ഈ വർഷം ഒരു ട്രോളും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ആർക്കും ട്രോളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ സായി കൃഷ്ണ റിവീൽ ചെയ്തിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 16 ഡോക്ടർ റോബിനും അതുപോലെ തന്നെ ആരതി പൊടിയും വിവാഹം ചെയ്യാൻ പോവുകയാണ്. ആ തീയതിയാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് ആരതി പൊടിയോട് ചോദിച്ചപ്പോൾ ആരതി പറയുന്നത്, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനുള്ള ഒരു മനസ്സ് റോബിനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും പണ്ടുള്ള റോബിനേക്കാൾ ഇപ്പോഴുള്ള റോബിനെയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നാണ് ആരതി പൊടി പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചപ്പോൾ റോബിൻ പറയുന്നത്, തീർച്ചയായിട്ടും പണ്ട് ഞാൻ ഒരുപാട് അഗ്രസീവ് ആയിരുന്നു എന്നും അതിപ്പോൾ കുറച്ചിട്ടുണ്ട്, അതായിരിക്കാം ആരതിപ്പൊടി ഉദ്ദേശിച്ചത് എന്നാണ് റോബിൻ പറയുന്നത്. ആ റോബിൻ രാധാകൃഷ്ണൻ വർഷങ്ങൾക്ക് ശേഷം ആ അഗ്രസീവ്നെസ് ഒന്ന് പുറത്തെടുത്ത് ഒന്ന് അലറിയപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം കൈയടിച്ച് അദ്ദേഹം സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാസർഗോഡ് കാണാൻ സാധിച്ചത്. ആ അലറിലേക്ക് ഒന്ന് നല്ലൊരു ബഹളം വെച്ചേ, കൂവലോ കൈയടി എന്താണോ ഉടനെ? ദാറ്റ്സ് എനർജി. And Robin, what do you have to say? ഒരു പ്രാവശ്യം കൂടെ മൈക്ക് ഇവിടെ കിട്ടിയ നേരത്തെ പറഞ്ഞ കേട്ടായിരുന്നോ? ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ഓക്കെ, സോ കാസർഗോഡ് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. സത്യം പറയല്ലോ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ നിങ്ങള്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യം നിങ്ങളുടെ മുഖത്തും കാണാനുണ്ട്. അപ്പം എന്താ പറയാ, ഒരുപാട് സന്തോഷം ഈ ഒരു ഫെസ്റ്റില് ഭാഗമാകാൻ കഴിഞ്ഞതില്. പിന്നെ നിങ്ങളുടെയൊക്കെ ഫുഡ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, സോ എന്താ പറയാ, ബിഗ് ബോസിന് ശേഷം 3 വർഷം കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് പബ്ലിക് ഇവന്റിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. സോ 1.5 വർഷത്തിന് ശേഷം ഞാനൊരു പബ്ലിക് ഇവന്റിൽ വരുന്നത് ഇവിടെയാണ്. സോ അത് കാസർഗോഡ് തന്നെ വരാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് നമ്മുടെ റോബിൻ
ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണ തീയതി പ്രഖ്യാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. എന്നാൽ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ കൂകിവിളിയും ആ അലർച്ചയും ആ ആർപ്പുവിളിയും എല്ലാമാണ് മലയാളികൾക്ക് ഇഷ്ടം എന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു കൂകിവിളിയും അതുപോലെ തന്നെ എനർജറ്റിക്കായ പെർഫോമൻസ് അതാണ് മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നു. അതുതന്നെയാണ് അദ്ദേഹം ആ ബിഗ് ബോസിൻ്റെ അകത്തും കാണിച്ചതും. ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ ഫാൻസാക്കി മാറ്റാനും മറ്റും അദ്ദേഹം ശ്രമിച്ചതും എല്ലാം തന്നെ ഈ അഗ്രസീവ്നെസ് കൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റേജും അതുപോലെ തന്നെ ഇതിനു മുമ്പിൽ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും റോബിൻ രാധാകൃഷ്ണൻ ആ അഗ്രസീവ്നെസ്സും അതുപോലെ തന്നെ ആ എനർജറ്റിക്കായ പണ്ടത്തെ റോബിൻ രാധാകൃഷ്ണനേക്ക് തിരിച്ച് തന്നെ ഒരു നല്ല ജീവിതം നമ്മുടെ റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരതി പൊടിക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ അടുത്ത ഫെബ്രുവരി മാസത്തിൽ കല്യാണം മംഗളമായി നടക്കട്ടെ എന്നും നമ്മൾ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.